സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പലർക്കും രാത്രിയിൽ സ്വപ്നം കണ്ട് പേടിച്ച് വിറക്കുന്ന ആൾക്കാരുണ്ടാവും. പല ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾ. ഇനി കുട്ടികൾ മാത്രമല്ല, വലിയ ആൾക്കാർ പോലും രാത്രിയിൽ സ്വപ്നം കണ്ട് പേടിച്ച് പോകും. അപ്പോൾ പലവരും പറയും നമ്മൾ കിടക്കുന്ന സമയത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, എന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന്. സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നം കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, അടുത്ത വീട്ടിൽ ആരുടെയെങ്കിലും തലയിൽ തേങ്ങ വീഴുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ഇതൊക്കെ നമുക്ക് സന്തോഷമായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും നമുക്ക് വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ആചാര്യന്മാർ പല കാര്യങ്ങളും പറയാറുണ്ട്. സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. കാരണം നമ്മൾ പലതും ചിന്തിച്ച് കിടന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ചിന്തകൾ ഒഴിവാക്കാതെ കിടക്കണം എന്ന് പറയും. എന്നാലും ചിലപ്പോൾ ചില ആൾക്കാർ സ്വപ്നം കാണാറുണ്ട്. ചില ആൾക്കാർ കിടക്കേണ്ട താമസം തന്നെ കൂർക്കം വലിക്കും, പിന്നെ അങ്ങോട്ട് സ്വപ്നം കാണാൻ തുടങ്ങും. ചില ആൾക്കാർ ഉണർന്നിരിക്കുമ്പോൾ തന്നെ സ്വപ്നം കാണാറുണ്ട്. ആ ഉണർന്നിരുന്ന് സ്വപ്നം കണ്ടിട്ടാണ് പല സ്ഥലത്തേക്ക് പോയിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. എന്നാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണുമ്പോൾ അത് ഭീകരമായ ദുസ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നിരിക്കട്ടെ. അങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. ഒരിക്കലും ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിഹാരം എന്താണെന്നറിയോ? ശ്രേഷ്ഠമായിട്ടൊരു മന്ത്രമാണ്. ആ മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ, പിന്നീട് ആ മന്ത്രം ജപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും എന്തുണ്ടാവില്ല, ഈ പറയുന്ന ദുസ്വപ്നം നമ്മൾ കാണില്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ താഴെ അത് എഴുതിയിടാം. ഇതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ഇവിടെ എഴുതിയിടും. അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതിയെടുത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ രാത്രി കിടക്കുമ്പോൾ ജപിക്കാം. അതുപോലെ ചിലപ്പോൾ മറന്നുപോയി, കിടക്കുന്ന സമയത്ത് ജപിക്കാൻ മറന്നുപോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, നിങ്ങൾ ഉറക്കത്തിൽ എപ്പോഴാണ് ഞെട്ടി ഉണരുന്നത് എന്നുണ്ട് അന്നേരം ജപിച്ചാലും മതി. പറ്റുമെങ്കിൽ ഒരു 18 തവണയുമെങ്കിലും ഇത് ജപിക്കുന്നത് ഉത്തമമാണ്. മന്ത്രം ഏതാണെന്നല്ലേ? ബ്രഹ്മാണം ശങ്കരം വിഷ്ണും യമം രാമം ധനും ബലീം സപ്തേ താന്യസ്മരേ നിത്യം ദുസ്വപ്നം തസ്യനു നശ്യതി. ഇതാണ് നമ്മൾ ജപിക്കേണ്ടത്. ഈ മന്ത്രം നമ്മൾ 18 തവണ ജപിക്കാൻ പറ്റിയ ഉത്തമം. ഒരു തവണ ജപിച്ചാൽ അതിൻ്റെതായ ഗുണം കിട്ടും. ഏതായാലും മന്ത്രത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ആ സ്വപ്നങ്ങളിൽ നിന്നും അകറ്റി ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മന്ത്രം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാം, എല്ലാവരും ഇത് എഴുതിയെടുക്കുക. നമ്മൾ അത് കിടക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലുക. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ, പേടിച്ച് കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തിരുന്നിട്ട് അമ്മ ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് അമ്മയോട് ചേർത്ത് കിടത്തി ഉറക്കുക. അവർക്കും ഒരു സമാധാനമാണ്. മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. ചെറുപ്രായത്തിൽ തന്നെ അവരോട് ഇത് ജപിച്ച് കിടക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസമില്ലാതെ സുഖനിദ്ര നമുക്ക് കിട്ടും. ഇത് ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത്, നടന്നുകൊണ്ട് ചെയ്യരുത്, കിടന്നുകൊണ്ടും ചെയ്യരുത്, ഇരുന്നു കൊണ്ട് മാത്രമേ ചെയ്യാവൂ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കട്ടെ. എന്ത് വേണം, പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുത്തോളൂ. നിങ്ങളുടെ തന്നെ കുട്ടികൾക്ക് മറ്റവർക്കൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.